ശരി, ഇനി തിരിച്ച് മനുഷ്യന്റെ കാര്യം നോക്കാം. ശൈത്താന്റെ തിന്മ അലങ്കാരാക്കിച്ചതും ശൈത്താൻ വഴിപഴപ്പിച്ചതും ദുരുപദേശം കൊടുത്തതൊക്കെ നമ്മുടെ മനസ്സിലെ തോന്നലായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അല്ലാതെ പുറത്തുനിന്നൊരു ശബ്ദം തിന്മ ചെയ്യൂ, തിന്മ ചെയ്യൂ, തിന്മ ചെയ്യൂ, ഇതാ ശരി, ഇങ്ങനെ കേട്ടിട്ടല്ല നമ്മൾ തിന്മ ചെയ്യുന്നത്. നമ്മൾ സംബന്ധിച്ച് നമുക്ക് തിന്മ ചെയ്യാൻ തോന്നാണ്. ഈ തോന്നലാണ് ആരുണ്ടാക്കുന്നത്? ശൈത്താൻ. ആ തോന്നൽ നമ്മൾ വർക്കൗട്ട് ആവുന്നത് അവൻ നോക്കി നിൽക്കുന്നു, കാണുന്നു. അതാണ് ഇപ്പോൾ ഹദീസിൽ പറയുന്നത്, അവനെ അവൻ്റെ ഭാര്യനെ തെറ്റിച്ച് പിരിക്കുന്നത് വരെ ഞാൻ പോന്നിട്ടില്ല, അവനെ വിട്ടു പോന്നിട്ടില്ല, അവിടെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു എന്ന് പറഞ്ഞാൽ ഇത് അടിച്ച് പിരിയുന്ന വരെ ആ തിന്മ, വലിയ തിന്മാണ് ഭാര്യ ഭർത്താക്കന്മാർ തെറ്റാന്നുള്ളത്. മദ്യപാനത്തിൻ്റെ വിചാരത്തിൻ്റെ ഒക്കെ വലിയ തിന്മാണ്. അപ്പോൾ അതാണ് ഇബ്ലീസ് അവിടെ ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഇബ്ലീസ് അത് അനുഭവിച്ചു പോയി. പക്ഷേ ഈ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ഇബ്ലീസിൻ്റെ ഈ തിന്മ അലങ്കാരമാക്കിയതിൽ ആകൃഷ്ടനായിട്ട് ചെയ്ത ഒരുത്തന് ഇബ്ലീസ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ശൈത്താൻ്റെ സൈന്യം എന്നെ കൂടി ചെയ്യിപ്പിക്കുന്നു എന്ന് എന്തെങ്കിലും അനുഭവം അവൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇസ്തിംതാഴ് നടന്നപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ശൈത്താന് അനുഭവം ഉണ്ടായി, ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന് അനുഭവം ഉണ്ടായിട്ടില്ല. സത്യല്ലേ? മിസ്റ്റക്കാർ തെറ്റൊക്കെ ചെയ്യാറുണ്ടല്ലോ, പാപമൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും മാസൂമികളൊന്നും ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കേന്നന്മാർ മാത്രമേ അല്ലല്ലോ തെറ്റ് ചെയ്യുന്നവർ, മിസ്റ്റക്കാരും ചെയ്യുന്നവരുണ്ടല്ലോ. എടാ മണ്ടൻ മിസ്റ്റക്കാരാ, നീ ഒന്ന് ആലോചിക്കുക. നീ പാപം ചെയ്യുമ്പോൾ നിന്നെ വരുത്ത് വന്ന് പ്രേരിപ്പിക്കുന്ന ശൈത്താൻ നിന്നെ പ്രേരിപ്പിക്കുന്ന നിനക്ക് അനുഭവം തോന്നുന്നുണ്ടോ? സ്വന്തം തലച്ചോറിനോട് ചോദിക്കടാ. അങ്ങനെ ഇതിന് മറുപടി നാടൻ ഭാഷയിൽ. KJUവിന്റെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകത്തിൽ ഈ ആശയം കാണാം. പിശാചിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വസ്വാസ് എന്നാൽ കേവലം ചില തോന്നലുകളാണെന്ന വാദം ശരിയല്ല. വീണ്ടും കാണാം, പിശാച് മനുഷ്യനിലുണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെക്കുറിച്ച് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ടു നിലപാടുകൾക്കും മധ്യേയാണ് നാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള അഹ്ലുസുന്നയുടെ വീക്ഷണങ്ങളും ജിന്ന് മനുഷ്യ ശരീരത്തിൽ ഭൗതികമായ സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് പഠിപ്പിക്കുന്നു. കേവല ബുദ്ധിയുടെ പേരിൽ ഈ വസ്തുതകളെ നിഷേധിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അഭൗതിക ഉപദ്രവം അല്ലാഹുവല്ലാത്തവർ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കാണ് എന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. PK മൂസ മൗലവിയുടെ ഈ വരികൾ നോക്കുക. അപ്പോൾ അഭൗതികമായ മാർഗത്തിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ഷിർക്കായിത്തീരുന്നു. ഷിർക്കാണെങ്കിൽ മഹാപാപവും. 13-12-24 വെള്ളിയാഴ്ച ജുമുഅ ഖുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി. എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഉലമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാനത് അംഗീകരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസത്തെ, ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കാരണം ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമികപരമായി അങ്ങനെയൊരു ബാധ പോലെ ഒരു മനുഷ്യൻ അനുഭവപ്പെട്ടാൽ തിരുസുന്നത്തിലും വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലും എന്താണോ അതിനുള്ള മന്ത്രങ്ങൾ, മാർഗങ്ങൾ, അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അറിയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എന്താ ഇവിടെ പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
അങ്ങനെ രോഗം ബാധിച്ചതിൽ പിശാചിന് പങ്കുണ്ടെന്ന് പറഞ്ഞ ശിർക്കാകും. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്ത്? ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈമാനുള്ളവരുടെ മേൽ പിശാചിന് അധികാരമില്ല. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരുടെ മേൽ പിശാചിന് അധികാരം ഇല്ല. അപ്പൊ ഖുർആൻ പറഞ്ഞ അധികാരമില്ലെന്നല്ലേ? അപ്പോ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗം വരുത്തിയതിൽ പിശാചിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ അയ്യൂബ് നബിയുടെ മേൽ അധികാരം ചെലുത്താൻ പിശാചിന് കഴിവുണ്ട് എന്നല്ലേ? അല്ല അല്ല. എന്താ ഇയാളെ കുറിച്ച് പറയേണ്ടത്? നിങ്ങൾ നോക്കണം, ഇയാൾ SYSന്റെ സെക്രട്ടറി ആണെന്ന് പറയുന്നത്. എന്താണ് SYSന്റെ സെക്രട്ടറി? എങ്കിൽ ഈ SYSന്റെ കുഞ്ഞൊരു ബുക്കുണ്ട്, SYS ബുക്സ് പുറത്തിട്ട്, ഇതെങ്കിലും ഒന്ന് വായിച്ചു നോക്കണ്ടേ? എന്താ ബുക്കിന്റെ പേര്? മന്ത്രവും മാരണവും. മന്ത്രവും മാരണവും. ഈ ബുക്കിൽ പറയാണെന്ത്? അല്ലാഹു പറയുന്നു, നമ്മുടെ ദാസൻ അയ്യൂബിനെ സ്മരിക്കുക. തന്റെ നാഥനെ താൻ വിളിച്ച സന്ദർഭം പിശാച് എന്നിൽ ദുരിതവും വേദനയും ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറയപ്പെട്ടപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, താങ്കളുടെ കാൽ ഭൂമിയിൽ അടിക്കുക. അപ്പൊ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ വിളിച്ചു പറയുകയാണ്. എന്താ പറഞ്ഞത്? പിശാച് എന്നിൽ ദുരിതവും വേദനയും ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന്. മാത്രമല്ല വീണ്ടും വിശദീകരണം കൊടുക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പിശാച് ബാധ ഉണ്ടായപ്പോൾ അത് ദുരിതത്തിനും പ്രയാസത്തിനും ഇടയാക്കി. SYS പുറത്തുവിട്ട പുസ്തകമാണ്. ഈ പുസ്തകം പോലും വായിച്ചു നോക്കാതെ മുജാഹിദികൾക്കെതിരെ വാദു പറയാൻ ഇറങ്ങിയ സഖാഫി മനസ്സിലാക്കണോ, സക്കരിയ സലാഹി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത് മന്ത്രവും മാരണവും വായിച്ചിട്ടല്ല. നേരെ മറിച്ച് നോക്കിക്കോ. ഇബ്നു ജരീറിന്റെ തഫ്സീർ, ഇബ്നു ജരീർ തബ്രിയുടെ തഫ്സീർ മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ചിട്ട് അവിടെ പറയാണ്, എന്താണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, അമാനൽ കലാം ഇതിനാദാ റബ്ബഹു. അതേ, തന്റെ റബ്ബിനോട് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം എന്താണ്? ോട് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്തിഗാഥ ചെയ്തു. എന്താണ് ഇസ്തിഗാഥ ചെയ്തത്? അന്നീ മസ്സനിയ ശൈത്വാൻ, പടച്ചതമ്പുരാനെ എനിക്ക് പിശാച് ബാധയേറ്റിരിക്കുന്നു, പിശാചിന്റെ സ്പർശനം എനിക്ക് ഏറ്റിരിക്കുന്നു, ആ പിശാച് എന്നെ സ്പർശിച്ചിരിക്കുന്നു. എങ്ങനെയാണ് സ്പർശിച്ചത്? ബിബലാഇം ഫീ ജസദി വാദാബ്, എന്റെ ശരീരത്തിന് പ്രയാസമുണ്ടാക്കിക്കൊണ്ട് ദുരിതമുണ്ടാക്കിക്കൊണ്ട് പിശാചിതാ ഇടപെട്ടിരിക്കുകയാണ് പടച്ചതമ്പുരാനെ. ബിദഹാബി മാലി, എന്റെ സമ്പത്തിന്റെ കാര്യം അത് നീക്കിക്കളയുന്നതിൽ പിശാചിതാ ഇടപെട്ടിരിക്കുകയാണ് പടച്ചതമ്പുരാനെ. വവലദി, എന്റെ മക്കളുടെ കാര്യത്തിൽ പിശാചിതാ ഇടപെട്ടിരിക്കുകയാണ് പടച്ചതമ്പുരാനെ. അതുകൊണ്ട് അതിൽ നിന്ന് അഭയം ചോദിക്കാൻ നിന്നോട് മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ നിന്നോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് ശിർക്കാണോ? ഇത് ശിർക്കാണോ? അല്ല, ഇത് തൗഹീദാണ്. ഇത് മുജാഹിദുകൾ പ്രചരിപ്പിച്ച തൗഹീദാ. ഇടയ്ക്കിടെ കലവി അലറുന്നുണ്ടായിരുന്നല്ലോ മുജാഹിദുകളുടെ തൗഹീദ് തകർന്നെന്ന്. മുജാഹിദുകളുടെ തൗഹീദ് ഇവിടെ തകർന്നുവെന്ന് ഇവിടെ നലവി അലർന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ മുജാഹിദുകളുടെ തൗഹീദ് തകരുകയല്ല, ഉറക്കുകയാണ് ചെയ്തത്. കാര്യം എന്താ? മറിച്ച് നോക്കിക്കോ. ഇബ്നു ജരീറിന്റെ തഫ്സീർ തന്നെ, തഫ്സീറു തബരി തന്നെ അയ്യൂബ് നബിയുടെ ചരിത്രം ഇവിടെ വിശദീകരിക്കുന്നില്ലേ? എന്താ അയ്യൂബ് നബിയുടെ ചരിത്രം തബരി പറഞ്ഞത്? മറിച്ച് നോക്ക്, മടവൂരികളുടെ പിന്നാലെ പോകണ്ടല്ലോ, അവരോട് കൂട്ടുചേരണ്ടായിരുന്നല്ലോ. പക്ഷേ കൂട്ടുചേർന്നതിന്റെ അനുഭവമാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തബരിയിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ്. എന്താണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകത? അദ്ദേഹം ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു. ഒരുപാട് സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു താഴ്വര നിറയെ പശുക്കളും മറ്റൊരു താഴ്വര നിറയെ ആടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവസാനിച്ചില്ല, 1000-ഓളം വരുന്ന തൊഴിലാളികള് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കീഴിൽ പണിയെടുത്തിരുന്നു. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലാളിയായി സമ്പത്ത് അങ്ങേയറ്റം ആ സാമ്പത്തികമായ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുകയാണ്. 16 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 10 ആൺമക്കളും 6 പെൺമക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ സന്താനങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു, ധാരാളം സമ്പത്ത് കൊടുത്തു. അങ്ങനെ എല്ലാവിധ ഐശ്വര്യങ്ങളും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയിട്ടും അയ്യൂബ് നബി നന്ദികേട് കാണിക്കുന്നില്ല.
അള്ളാഹുവിനു നന്ദിയുള്ള അടിമയായിക്കൊണ്ട്, പടച്ചതമ്പുരാനോട് നന്ദിയുള്ള അടിമയായിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കഴിച്ചു കൂട്ടുമ്പോ ലഅനത്താക്കപ്പെട്ട പിശാച്, ആ പിശാച് റബ്ബിനോട് പറയുകയാണ്, ഇലാഹി, എന്റെ റബ്ബേ, അയ്യൂബ് അവൻ നിന്നോട് നന്ദിയുള്ളവൻ തന്നെ, അയ്യൂബ് നിന്നോട് നന്ദിയുള്ളവൻ തന്നെ. പക്ഷേ അവൻ നിന്നോട് നന്ദി കാണിക്കുന്നത്, അവൻ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവൻ നിനക്ക് വേണ്ടി വാദിക്കുന്നത്, നീ ഒരുപാട് സമ്പത്ത് കൊടുത്തത് കൊണ്ടാണ് തമ്പുരാനെ, ധാരാളം സമ്പത്ത് നീ അവന് നൽകിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നാഥാ നീ അവന്റെ സമ്പത്ത് പിൻവലിച്ചാൽ അവൻ നന്ദി കെട്ടവനായി തീരും പടച്ചതമ്പുരാനെ, അവൻ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കും പടച്ചതമ്പുരാനെ. ഇത് പിശാച് റബ്ബിനോട് പറഞ്ഞ സമയത്ത് പടച്ചവൻ പറയുന്നു, ഇല്ലടോ ഇല്ല, അയ്യൂബിനെ പിഴപ്പിക്കാൻ സാധ്യമല്ല കേട്ടോ. അവൻ നന്ദി കാണിക്കുന്നത് സമ്പത്തുള്ളത് കൊണ്ടല്ല, അവൻ ദരിദ്രനായാലും അവൻ നന്ദിയുള്ളവൻ തന്നെയായിരിക്കുമെന്ന് പടച്ച തമ്പുരാൻ പറയുമ്പോ ലഅനത്താക്കപ്പെട്ട ശൈത്താൻ അല്ലാഹുവിനോട് പറയുകയാണ്, ഇല്ല പടച്ച തമ്പുരാന്, അവന്റെ സമ്പത്തൊന്ന് മാറ്റിക്കളഞ്ഞു നോക്കൂ, അവൻ നന്ദി കെട്ടവനായി തീരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പിശാച് അല്ലാഹുവിനോട് ഉറപ്പ് പറഞ്ഞപ്പോ പടച്ച തമ്പുരാൻ ശൈത്താനോട് പറഞ്ഞു, അതേ നീ ഇടപെട്ടുകൊള്ളുക അവന്റെ സമ്പത്തിൽ. പിശാചി ഇടപെട്ടു, അവൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമ്പത്തിൽ ഇടപെട്ടു. അതിനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. അങ്ങനെ സമ്പത്ത് മുഴുവൻ നശിച്ച് ദരിദ്രനായി തീർന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ അദ്ദേഹത്തിന്റെ തൗഹീദിന് മാറ്റമില്ല, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് മാറ്റമില്ല. വീണ്ടും ലഅനത്താക്കപ്പെട്ട പിശാച് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, ഇലാഹി, എന്റെ തമ്പുരാനെ, അയ്യൂബിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു ശരി തന്നെ, പക്ഷേ അവൻ നിന്നോട് നന്ദികേട് കാണിക്കുന്നില്ല, അവൻ നിന്നോട് നന്ദികേട് കാണിക്കുന്നവനായി മാറിയിട്ടില്ല, അവൻ ഇപ്പോഴും നന്ദിയുള്ളവൻ തന്നെ, അവൻ തൗഹീദിന്റെ വാഗ്ദാവ് തന്നെ, അവൻ ഇതാ നിന്റെ കൽപ്പനകൾ നിറവേറ്റുന്നവൻ തന്നെ. എന്നാൽ പടച്ച തമ്പുരാനെ, അവൻ ഇപ്പോഴും നിന്നോട് നന്ദി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? അവന്റെ മക്കളുണ്ടല്ലോ 16 മക്കൾ, ആ 16 മക്കളെ കൊണ്ട് നീ അവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം നീ എടുത്തു മാറ്റിയാൽ, ആ മക്കളെ നീ തിരിച്ചു വിളിച്ചാൽ, ഇല്ല, ഒരിക്കലും അവൻ നിന്നോട് നന്ദി കാണിക്കില്ല, അവൻ നന്ദി കെട്ടവനായി മാറിപ്പോകും. ശൈത്താൻ ഇത് ഉറപ്പിച്ച് പടച്ച തമ്പുരാനോട് പറയുമ്പോ പടച്ചവൻ ഇതാ പറയുകയാണ്, എങ്കിൽ അവന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളുക. ഇല്ല, അയ്യൂബിനെ പിഴപ്പിക്കാൻ കഴിയില്ല, നീ ഇടപെട്ടാലും. പിശാചി അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടു. ആ മക്കൾ രോഗബാധിതരായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ 16 മക്കൾ മരണപ്പെട്ടു. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, 16 മക്കൾ അയ്യൂബ് നബിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പിടഞ്ഞു വീണ് മരിക്കേണ്ട കാഴ്ച അയ്യൂബ് നബി കാണേണ്ടി വന്നു. പക്ഷേ അയ്യൂബ് നബിയുടെ തൗഹീദിൽ വ്യതിയാനമില്ല, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശ്വാസത്തിൽ വ്യതിയാനമില്ല. ഇതാ പടച്ചവനോട് അയ്യൂബ് നബി പറയാണ്, പടച്ച തമ്പുരാന്, എന്റെ മക്കളെ തന്ന് എന്നെ അനുഗ്രഹിച്ചത് നീയാണ്, എനിക്ക് മക്കളെ തന്നവൻ നീയാണ്. നിന്നിലേക്ക് അവരെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ അയ്യൂബ് ക്ഷമിക്കുകയാണ്, നിന്നോട് നന്ദികേട് കാണിക്കാൻ അയ്യൂബ് തയ്യാറല്ല കേട്ടോ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പഴയതുപോലെ തന്നെ ജീവിക്കുന്നു. വീണ്ടും ലഅനത്താക്കപ്പെട്ട പിശാച് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ഇലാഹി, പടച്ച തമ്പുരാനെ, അവന്റെ മക്കളൊന്നൊന്നായി മരിച്ചിട്ടും അവൻ നിന്നോട് നന്ദികേട് കാണിക്കുന്നില്ല, അവൻ തൗഹീദിൽ നിന്ന് പിന്മാറുന്നില്ല. എന്നാൽ പടച്ചവനെ, അവൻ തൗഹീദിൽ നിന്ന് പിന്മാറാത്തത്, നിന്നോട് നന്ദി കാണിക്കുന്നത് അവൻ ആരോഗ്യമുള്ളത് കൊണ്ടാണ്. ആ ആരോഗ്യം നീ എടുത്തു മാറ്റിയാൽ ഒരിക്കലും അയ്യൂബ് നിന്നോട് നന്ദി കാണിക്കില്ല പടച്ച തമ്പുരാനെ. പടച്ച തമ്പുരാൻ പറഞ്ഞു, ഇല്ലടോ ഇല്ല, അവന്റെ ആരോഗ്യം പോയാലും നന്ദിയുള്ള അടിമ തന്നെ, അദ്ദേഹം നന്മ ചെയ്യുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന, പുണ്യം ചെയ്യുന്ന, തൗഹീദിന്റെ വാഗ്ദാവായി ജീവിക്കുമെന്ന് പടച്ചവൻ ലഅനത്താക്കപ്പെട്ട പിശാചിനോട് പറയുമ്പോ പിശാച് പറയുന്നു, ഇല്ല പടച്ച തമ്പുരാനെ, ഈ പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും. പടച്ചവൻ പറഞ്ഞു, ഇടപെട്ടുകൊള്ളുക അവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, അയ്യൂബിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളുക. പിശാച് ഇടപെട്ടു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ. ഇതാ പിശാച് ഇടപെട്ടപ്പോ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗബാധിതനായി. അദ്ദേഹത്തിന്റെ ശരീരം ആസകലം വൃണാവൃതമായ ശരീരത്തിൽ നിന്ന് ഇതാ ചലമ്പുറത്തേക്ക് വരാൻ തുടങ്ങി. എല്ലാവരാലും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഉപേക്ഷിക്കപ്പെട്ടു.
എല്ലാവരും അയ്യൂബ് നബിയെ ഉപേക്ഷിച്ചു പോയി. ആരാരുമില്ലാതെ വീടിന്റെ മൂലയിൽ ഒരു കീറപ്പായിൽ കിടക്കേണ്ട അവസ്ഥ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സംഗതമായി. ആ സമയത്തും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് വീടിന്റെ മൂലയിൽ ഒരു കീറപ്പായിൽ കിടക്കുന്ന ആ സമയത്തും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം നന്ദിയുള്ള അടിമ തന്നെ. എന്നെ ഇത്രമാത്രം ദുരിതപ്പെടുത്തിയ പടച്ച തമ്പുരാൻ, എന്നെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയ പടച്ച തമ്പുരാൻ, ആ പടച്ചവന് ഞാൻ എന്തിന് നന്ദി കാണിക്കണം? ആ റബ്ബിന് വേണ്ടി ഞാൻ എന്തിന് പ്രവർത്തിക്കണം? ഞാൻ എന്തിന് തൗഹീദിന് വേണ്ടി നിലകൊള്ളണോ? ഇതൊക്കെ വലിച്ചെറിഞ്ഞ് എനിക്ക് മടങ്ങാമെന്ന് അയ്യൂബ് നബി തീരുമാനിക്കുന്നില്ല. നേരെ മറിച്ച് ആ സമയത്തും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ വരുന്ന സർവമാന വിശ്വാസികളും അവിശ്വാസികളും മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എന്താണത്? അയ്യൂബിനെ നിങ്ങൾ ഓർക്കണം കേട്ടോ, അയ്യൂബിനെ നിങ്ങൾ സ്മരിക്കണം കേട്ടോ. എന്താണ് അദ്ദേഹത്തിന്റെ സവിശേഷത എന്നറിയുമോ? ഇതിനാദാ റബ്ബഹു, അദ്ദേഹത്തിന് ദുരിതം ബാധിച്ചു പോയി, അദ്ദേഹം പ്രയാസത്തിലായി പോയി. ആ സമയത്തും അദ്ദേഹം ചെറുക്കു ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പോയിട്ടില്ല കേട്ടോ, മരിച്ചു മൺമറിഞ്ഞവരോട് ദുആ ചെയ്തിട്ടില്ല കേട്ടോ, ഐക്കല്ല് കെട്ടാൻ പോയിട്ടില്ല കേട്ടോ, നൂല് കെട്ടാൻ പോയിട്ടില്ല കേട്ടോ. നേരെ മറിച്ച് അദ്ദേഹം തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇതിനാദാ റബ്ബഹു, തന്റെ റബ്ബിനോട് മാത്രമാണ് ദുആ ചെയ്തത്, തന്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത് കേട്ടോ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്നറിയുമോ? അന്നീ മസ്സനിയൽ ദുർറ് വ അന്ത അർഹമുർ റാഹിമീൻ. പടച്ച തമ്പുരാനെ, അയ്യൂബിനിതാ ദുരിതം ബാധിച്ചു പോയി, പ്രയാസം ബാധിച്ചു പോയി, എനിക്ക് ദുആ ചെയ്യാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല തമ്പുരാനെ, എനിക്ക് ശമനം നൽകാൻ നീയല്ലാതെ മറ്റാരുമില്ല തമ്പുരാനെ. അതുകൊണ്ട് അയ്യൂബിനോട് നീ കരുണ കാണിക്കണം. അന്ത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവനാണല്ലോ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച അയ്യൂബിനെ മറക്കരുത് കേട്ടോ വിശ്വാസികളെ. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് അങ്ങനെ അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്തു സാദിൽ അല്ലാഹു പറയുകയാണ്, വദ്കുർ അബ്ദനാ അയ്യൂബ്, നമ്മുടെ അടിമയായ അയ്യൂബിനെ നിങ്ങൾ ഓർക്കണേ വിശ്വാസികളെ, അയ്യൂബിനെ നിങ്ങൾ മറക്കരുതേ വിശ്വാസികളെ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനോടാ ദുആ ചെയ്തത്, റബ്ബിനോടാ പ്രാർത്ഥിച്ചത്. അന്നീ മസ്സനിയ ശൈത്താനു ബിനുസുബിൻ വഅദാബ്, പടച്ച തമ്പുരാനെ, പിശാച് എന്നെ ദുരിതത്തിലാക്കിയിരിക്കുന്നു, എന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് രക്ഷ നൽകണേ തമ്പുരാനെ എന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോടാ ദുആ ചെയ്തത്. നിങ്ങൾ ചിന്തിക്കണം, ഏത് സമയത്താണ് അയ്യൂബ് നബിയുടെ ഈ പ്രാർത്ഥന എന്നറിയുമോ? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് വീടിന്റെ മൂലയിൽ ഒരു കീറപ്പായിൽ ശരീരമാസകലം വൃണാവൃതമായി കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യയും തന്റെ ഭാര്യയുടെ സഹോദരനും അയ്യൂബ് നബി എടുത്തുകൊണ്ടുപോയി കുളിക്കുവാൻ വേണ്ടി ഒരു മറയിലിരുത്തി. ആ മറയിലിരുന്ന സമയത്ത് ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ചലമൊലിക്കുന്ന ശരീരം, വൃണാവൃതമായ ശരീരം, ആ ശരീരം വൃണാവൃതമായി വേദനിക്കുന്ന ആ ശരീരം, അതേ ചലമൊലിക്കുന്ന ആ ശരീരം, അത് കണ്ടിട്ട് മനസ്സ് നൊന്നിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞ വാചകമാണ്, പടച്ച തമ്പുരാനെ, പിശാച് ഇടപെട്ട് അവരിതാ എനിക്ക് പ്രയാസമേൽപ്പിച്ചിരിക്കുന്നു, നീ എന്നോട് കരുണ കാണിക്കണമെന്ന ആ സമയത്ത് അയ്യൂബ് നബിയോട് അല്ലാഹു പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അയ്യൂബ് നബിയോട് പറഞ്ഞ വാചകം, ഉർകുൽ ബിരിജ്ലിക്, ഉർകുൽ ബിരിജ്ലിക്, അയ്യൂബേ നീ പ്രയാസപ്പെടണ്ട, നീ എന്നോട് ദുആ ചെയ്യുന്നവനാണ്, എന്നോട് പ്രാർത്ഥിക്കുന്നവനാണ്, നീ തൗഹീദിന്റെ വാഗ്ദാവാണ്, നീ സമ്പത്ത് പോയപ്പോഴും മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും രോഗബാധിതനായപ്പോഴും തൗഹീദിൽ അടിയുറച്ചു നിന്ന് ഒരു മുവഹിദാണ് നീ, അതുകൊണ്ട് തന്നെ നിന്നെ സംരക്ഷിക്കുക എന്നത് എന്റെ ബാധ്യതയാണ്, അതുകൊണ്ട് ഉറുക്കുൽ ബിരിജ്ലിക, നിന്റെ കാലം നനക്കൂ അയ്യൂബേ. കുളിപ്പുരയിൽ ഇരിക്കുന്ന അയ്യൂബ് നബിയോട് അല്ലാഹു പറയുകയാണ്, നിന്റെ കാലം നനക്കൂ. അയ്യൂബ് നബി കാലം നനക്കിയപ്പോ ഹാദാ മുതസലും ബാരിദും വശറാബ്,
ആ അയ്യൂബ് നബിയുടെ കാൽച്ചുവട്ടിൽ നിന്ന് നല്ല ശുദ്ധമായ തണുത്ത വെള്ളം പുറത്തേക്ക് വരികയാണ്. ശുദ്ധമായ തണുത്ത വെള്ളം അവിടുന്ന് പുറത്തേക്ക് വരുമ്പോ അയ്യൂബ് നബിയോടല്ല പറയാണ്, അയ്യൂബേ, ആ വെള്ളമുണ്ടല്ലോ നിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഉറവ പൊട്ടി പുറത്തേക്ക് നെറുകളിക്കുന്ന ആ വെള്ളം എടുത്തുകൊണ്ട് നിന്റെ ശരീരമാസകലം പുരട്ടു അയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വെള്ളമെടുത്ത് ശരീരമാസകലം അങ്ങ് പുരട്ടിയപ്പോ ആ വെള്ളം സ്പർശിക്കുന്നിടത്തേക്ക് അയ്യൂബ് നബിയുടെ രോഗമങ്ങ് മാറി മാറി വരുന്നു. ആ വെള്ളം പുരട്ടിയിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വെള്ളമെടുത്ത് ശരീരമാസകലം അങ്ങ് പുരട്ടി, ശരീരമാസകലം അങ്ങ് പുരട്ടിയപ്പോ രോഗമങ്ങ് മാറിപ്പോയി, പ്രയാസമങ്ങ് നീങ്ങിപ്പോയി. ആ മറപ്പുരയിൽ നിന്ന് അയ്യൂബ് നബി പുറത്തേക്ക് ഇറങ്ങുമ്പോ പുറത്തിതാ കുളിച്ചു കഴിഞ്ഞ് വിളിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ, ആ ഭാര്യ പോലും അത്ഭുതപ്പെട്ടു പോയി. ആരാണ് ഈ ഒരു അന്യമനുഷ്യൻ? ആരാണ് ഈ അന്യമനുഷ്യൻ? അതേ കുളിപ്പുരയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇയാൾ ആരാ? ഭാര്യക്ക് പോലും മനസ്സിലാകുന്നില്ല, ഭാര്യ പോലും തിരിച്ചറിയുന്നില്ല, ഭാര്യയുടെ സഹോദരൻ പോലും തിരിച്ചറിയുന്നില്ല. ഞങ്ങൾ അയ്യൂബിനെയാണല്ലോ അകത്തു കൊണ്ടുവച്ചത്, പുറത്തേക്ക് ഇതാ വേറൊരാളാണല്ലോ വരുന്നത്. അയ്യൂബ് നബിയോട് സ്വന്തം ഭാര്യ ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ, എന്താണ് ഇവിടെ? ആ സമയത്ത് പുഞ്ചിരി തൂകിക്കൊണ്ട് മറയിൽ നിന്ന് പുറത്തേക്ക് വന്ന അയ്യൂബ് നബി പറയുന്നു, ഞാൻ മറ്റാരുമല്ല, നിങ്ങൾ എന്നെ കൊണ്ടുവച്ച അയ്യൂബുണ്ടല്ലോ, നിന്റെ ഭർത്താവായ അയ്യൂബുണ്ടല്ലോ, നിന്റെ അളിയനായ അയ്യൂബുണ്ടല്ലോ, ആ അയ്യൂബ് തന്നെയാണ് ഞാൻ. പടച്ച തമ്പുരാൻ എനിക്ക് ശമനം തന്നിരിക്കുന്നു, എന്റെ രോഗം മാറിയിരിക്കുന്നു, എന്റെ പ്രയാസം നീങ്ങിയിരിക്കുന്നു എന്ന് അയ്യൂബ് നബി ആ സമയത്ത് മറുപടി പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്നിട്ട് അതിന് ഇബ്നു ജരീർ തബ്രി തഫ്സീർ എഴുതിയിട്ട് അതുപോലും വായിച്ചു നോക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികളെ വിചാരണ നടത്താൻ വേണ്ടി ഇറങ്ങിയതാണോ നിങ്ങൾ? മുജാഹിദികളെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതാണോ നിങ്ങൾ? മുജാഹിദികളെ മുശ്രിക്കാക്കാൻ ഇറങ്ങിയതാണോ നിങ്ങൾ? നിങ്ങളെ മടവൂരികൾ പറ്റിച്ചത് തന്നെ. കുറിച്ച് വിശദീകരിച്ച ഭാഗം ഉറക്കെ വായിക്കാതെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 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 അത് പഠിപ്പിക്കേണ്ട കോലത്തിൽ, പഠിപ്പിക്കേണ്ട രൂപത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനം. അത് ഇന്നല്ല, ഇന്നലെയല്ല, മിനിഞ്ഞാന്നല്ല, നാലാം നാളല്ല. മുജാഹിദ് പ്രസ്ഥാനം എന്നുണ്ടായോ അന്ന് മുതൽ ഇന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോ വെറുതെ പറയല്ല. നിങ്ങൾക്ക് രണ്ട് പുസ്തകം ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്താം. ഒന്ന് കെ മൊയ്തു മൗലവി എഴുതിയ പുസ്തകമായിരുന്നു. കെ മൊയ്തു മൗലവി, ഈ മൊയ്തു മൗലവിയുടെ പുസ്തകം ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കിയതാണ്. ജമാഅത്തെ ഇസ്ലാമി നേതാവായിരുന്ന കെ മൊയ്തു മൗലവി, അദ്ദേഹം ഈ പുസ്തകം ഇറക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇതിൽ ഒരുപാട് പറയുന്നുണ്ട്. അതിന്റെ അകത്ത് ചാത്തനെയും അതുപോലെ തന്നെ പോത്തനെയും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ സമൂഹത്തിൽ നടപാടിയിരുന്ന ജിന്നുവാദ അതുപോലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പൈശാചികമായ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചിലർക്ക് പിശാചിന്റെ സഹായം കൊണ്ടുണ്ടാകുന്നതാണ്, ശൈത്താൻ കൂടിയിട്ടുണ്ടാകുന്നതാണ്, ശൈത്താൻ സഹായിച്ചു കൊടുത്തുണ്ടാകുന്നതാണ്. ഇബ്നു തൈമിയുടെ ഉദ്ധരണിയടക്കം എടുത്തുദ്ധരിച്ചിട്ടാണ് ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ കെ മൊയ്തു മൗലവി പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായി വിവാദം ഇന്നലെ അങ്ങോട്ട് പൊട്ടിമുളച്ചൊന്നല്ല, ഇതിപ്പോ ഒരു പുതിയ ജിന്ന് വന്നതാ അല്ല. ഇതൊക്കെ നേരത്തെ കെ മൊയ്തു ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയോ ഇത് ഞാൻ ഈ ഗണ്ണന് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഉയർത്തിക്കാണിക്കുന്ന ഒരു സൽസബീലായത്. ഉമർ മൗലവി സാഹിബ് പുറത്തിറക്കുന്ന സൽസബീൽ സ്പെഷ്യൽ, ആ സൽസബീൽ സ്പെഷ്യലിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ഒരു ലേഖനമുണ്ട് ശൈത്താനെ കുറിച്ച്, ജിന്നിനെ കുറിച്ച്, പിശാചിനെ കുറിച്ച്. ആ ലേഖനമുണ്ട് കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അനിഷേധ്യനായ അമരക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ, കെ ഉമർ മൗലവി പുറത്തിറക്കിയ ഈ സൽസബീൽ സ്പെഷ്യലിൽ ജിന്നിനെ കുറിച്ച് വിശദീകരിച്ച ഭാഗം ഉറക്കെ വായിക്കാതെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ കഴിഞ്ഞുപോയ ഒരു പ്രസിഡന്റ്, കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ കഴിഞ്ഞുപോയ ഒരു പ്രസിഡന്റ്, അദ്ദേഹം നമ്മോടൊപ്പമില്ല. അദ്ദേഹം റബ്ബിന്റെ സവിധത്തിലേക്ക് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കബരം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആരാണ് അദ്ദേഹം? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. നിരീശ്വരവാദിയായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, നിലമ്പൂരിന്റെ അഭിമാനമായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, മലപ്പുറത്തിന്റെ രോമാഞ്ചമായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അമരക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്. അദ്ദേഹത്തിന്റെ പേരിന് മുന്നില് ഡോക്ടർ എന്നൊരു സ്ഥാനപ്പേരുണ്ടായിരുന്നു.
ആ ഡോക്ടർ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് കിട്ടിയപ്പോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഇസ്ലാമിക ആദർശത്തെ മറന്നില്ല, ഇസ്ലാമിക ആദർശത്തെ കൊഞ്ഞനം കാട്ടിയില്ല. ഒരു ഡോക്ടറായി എനിക്ക് അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശങ്ങളെ വളച്ചു കെട്ടാം എന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് തീരുമാനിച്ചില്ല. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അദ്ദേഹം ഒരു ലേഖനം എഴുതി. എവിടെ? സൽസബീലിൽ ഒരു ലേഖനം. എന്താണ് ലേഖനം? മറ്റൊന്നുമല്ല, ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഈ സൽസബീൽ എഴുതിയ ലേഖനം എന്താണെന്നറിയോ? എന്നാൽ ഖുർആൻ ഈ വിഷയത്തിന് നൽകിയ പ്രാധാന്യം നോക്കുമ്പോൾ നാം ഇനിയും വളരെയധികം ഇത് സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മെ തുറച്ചു നോക്കുന്ന മുഴുവൻ ആധുനിക പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ശാസ്ത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും മറ്റും വളർച്ചയും യാഥാസ്ഥികത്വത്തിനും അന്ധവിശ്വാസത്തിനുമെതിരിൽ അഭ്യസ്തവിദ്യരുടെയും ബുദ്ധിജീവികളുടെയും ഇടയിൽ വളർന്നു വന്നിട്ടുള്ള മനോഭാവവും ജിന്ന്, ശൈത്താൻ മുതലായ വിഷയങ്ങളെ തീരെ നിഷേധിക്കുന്നതിലേക്കും അവഗണിക്കുന്നതിലേക്കും ചില ഉൽപ്പതിഷ്ണു പണ്ഡിതന്മാരെയും ചിന്തകന്മാരെയും എത്തിച്ചു. പലരും തീരെ നിഷേധിക്കുന്നവരല്ലെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതും എഴുതുന്നതുമെല്ലാം കുറച്ച് പഴഞ്ചനാണെന്ന് ധരിച്ച മട്ടാണ്. നേർമാർഗം ലഭിക്കാനും മുസ്ലിമായി ജീവിക്കാനും പരിപൂർണ ഇസ്ലാമിക വ്യവസ്ഥയും ഹുക്കൂമത്തെ ഇലാഹിയും എല്ലാം സ്ഥാപിക്കാനും ആധുനിക ശാസ്ത്രീയ ചിന്താഗതിക്ക് യോജിക്കാത്ത ജിന്ന്, ശൈത്താൻ പോലുള്ള വിഷയങ്ങളെ അവഗണിക്കുന്നത് കൊണ്ട് ഒരു തകരാറും ഇല്ല. മാത്രമല്ല, ചിലപ്പോൾ അവഗണിക്കുന്നത് കൊണ്ട് ഗുണമേയുള്ളൂ എന്നതാണ് ചിലരുടെ നില. അഭ്യസ്തവിദ്യരുടെയും ബുദ്ധിജീവികളെയും വിളറി പിടിപ്പിക്കാതെ ആകർഷിക്കുവാൻ ആ നിലപാടായിരിക്കും സഹായകരം എന്നാണ് ധാരണ. ഡോക്ടർ ഉസ്മാൻ സാഹിബ് വിമർശിക്കുന്നു. ആരെയാണ് വിമർശിക്കുന്നത്? ഇവിടെ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുവാൻ വേണ്ടി കടന്നു വരികയും വൈറ്റ് കോളറുകൾ ചമഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നിലനിൽക്കുകയും അതേ ആളുകൾക്കിടയിൽ പറഞ്ഞാല് മോശമാണ് എന്ന് സ്വന്തം മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്ന ജിന്ന്, ശൈത്താൻ പോലുള്ള വിഷയങ്ങളെ പറയാതെ മൂടിവെക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് വളരെ ശക്തമായി വിമർശിക്കുകയാണ് ആ ലേഖനത്തിലൂടെ. എന്നിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആ ലേഖനം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. ആ ലേഖനം എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ സൽസബീലിന്റെ ഒരു കോപ്പി സംഘടിപ്പിച്ചുകൊണ്ട് വായിച്ചു നോക്കുക. അദ്ദേഹം ഈ ലേഖനത്തിലൂടെ ശൈത്താൻ, മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാച്, ആ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. മാത്രമല്ല, ഒരു മനുഷ്യന്റെ ശരീരം, ആ ശരീരത്തിൽ പിശാച് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. മരിച്ചുപോയ ഒരാളുടെ ഖരീൻ, ജിന്ന് മറ്റൊരാളുടെ ശരീരത്തിൽ കൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. എവിടെയാണ് പറഞ്ഞത്? സൽസബീലിലാണ് പറഞ്ഞത്. മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസബീലിൽ ആ ലേഖനം എഴുതി പൂർത്തിയാക്കി. ആ ലേഖനം മഹാനായ ഉമർ മൗലവി വായിച്ചു നോക്കി. ഏത് ലേഖനം? ജിന്ന്, മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഖരീൻ, ജിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി മരിച്ചുപോയ മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ആ ലേഖനം. ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ ഖരീൻ, അയാളുടെ അറിവുമായി മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം, സൽസബീൽ എഴുതിയ ലേഖനം മഹാനായ ഉമർ മൗലവി സാഹിബ് വായിച്ചു നോക്കി. തൗഹീദിന്റെ വിളനിലമായ, തൗഹീദിന് വേണ്ടി വാദിച്ച, തൗഹീദിന് വേണ്ടി ഒറ്റയാനായി പ്രവർത്തിച്ച മഹാനായ ഉമർ മൗലവി ഈ ജിന്ന്, ശൈത്താൻ എന്ന് പറയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വായിച്ചു തീർന്നപ്പോ ഇതാ മഹാനായ ഉമർ മൗലവി അത് വായിച്ചിട്ട് ഇതാ അതിനെക്കുറിച്ചുള്ള ആവേശം, ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യം ഉമർ മൗലവി ഒരു വരയിട്ടുകൊണ്ട് അതിന്റെ ചുവടെ എഴുതി ചേർത്തു. എന്താണ് എഴുതി ചേർത്തത്? ഡോക്ടർ ഉസ്മാൻ, നീ തൗഹീദിൽ നിന്ന് പിഴച്ചുപോയി. നിനക്ക് മുജാഹിദാകാൻ കഴിഞ്ഞിട്ടില്ല, നിനക്ക് തൗഹീദ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ഇതാ തൗഹീദിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, നീ മറുകണ്ഠം ചാടിയിരിക്കുന്നു ഉസ്മാനെ എന്നല്ല ഉമർ മൗലവി ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് പറയുന്നത്. നേരെ മറിച്ച് ഉമർ മൗലവി ആ ലേഖനത്തിന്റെ അടിയിൽ ഒരു വരയിട്ടിട്ട് എഴുതി വെക്കുകയാണ്, ലില്ലാഹി ദർറുക യാ ഉസ്മാൻ, ലില്ലാഹി ദർറുക യാ ഉസ്മാൻ. മഹാനായ ഉസ്മാൻ സാഹിബ്, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ആ ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് ഉമർ മൗലവി ആശയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു, പിശാചില്ലെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് അതിയായ സഹതാപം. ഒരു അറബി കവി പാടിയത് രസാവഹമായിട്ടുണ്ട്. ഞാൻ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു, എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു, അങ്ങനെ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായി എന്ന് പണ്ട് ഒരു കവി പാടിയിട്ടുണ്ട് എന്നുകൂടി ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു. ഇതെന്ന് പറഞ്ഞാൽ, ഇതെന്ന് വിശദീകരിച്ചാൽ
ചില ആളുകൾ പറയാണ് ജിന്ന് സേവയുടെ ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനം ജിന്ന് സേവയുടെ ആളുകളോ ശൈത്താൻ സേവയുടെ ആളുകള് നാട് നീളെ കാസറ്റ് പ്രചരിപ്പിക്കുന്നു. എന്തെല്ലാം ആരോപണങ്ങളാ! എന്തേ മുജാഹിദ് പ്രസ്ഥാനം ഈ തരത്തിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക് വരുന്നതിന് അതിനു മുമ്പ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്ര വ്യക്തമായി എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമാണോ? ഒരു പുതിയ വിഷയമാണോ? ഞാൻ ഇതിൽ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം. നിങ്ങൾ നോക്കൂ, പരകായ പ്രവേശം എന്നൊന്നുണ്ട്. എന്താണ് ഈ പരകായ പ്രവേശം? പ്രസിദ്ധനായ ഒരു അദ്വൈത ഋഷിയുടെ ആത്മാവ് ദേഹത്തിൽ നിന്ന് തൽക്കാലം വിട്ടുപോയി ലൈംഗിക വിഷയത്തിൽ ജ്ഞാനം നേടാൻ വേണ്ടി ലൈംഗികാസക്തനായ ഒരു രാജാവിന്റെ ദേഹത്തിൽ പ്രവേശിച്ച് ലൈംഗിക പരിജ്ഞാനം നേടി മടങ്ങി സ്വന്തം ദേഹത്തിൽ തന്നെ വന്നു ചേർന്നു വന്ന ഒരു ഐതിഹ്യമുണ്ട്. അതുപോലെ പ്രസിദ്ധ സന്യാസിയുടെ ആത്മാവ് മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ മറ്റൊരു സന്യാസിയിലേക്ക് പകർന്ന ചരിത്രവും അദ്വൈത സാഹിത്യങ്ങളിൽ കാണാം. ഇതെല്ലാം സംഭവ്യമാണോ? ഇതൊക്കെ സംഭവിക്കുമോ? ഒരാള് മറ്റൊരാളിലേക്ക് കയറുക, അയാളിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് കയറുക, ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് ചില ആളുകൾ അതെ അതെ നവാഗതമായി ഇസ്ലാമിലേക്ക് പുത്തൻവാദവുമായി കടന്നു വന്നവര്, ഇസ്ലാമിക ആദർശത്തെ അപഹരിച്ചവര്, മുജാഹിദ് ആദർശത്തെ തകർത്തവരെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്നത് പോലെ ഒരിക്കലും ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആക്ഷേപിക്കല്ല. നേരെ മറിച്ച് ഇതൊക്കെ സംഭവ്യമാണോ എന്ന ചോദ്യത്തിന് ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മറുപടി സംഭവ്യമാണ്. പക്ഷേ അത് ആത്മാവിന്റെ സഞ്ചാര കളികളൊന്നുമല്ല. കൂട്ടുകാരനായ പിശാച് കരീനാണ് ഇങ്ങനെ പരകായ പ്രവേശം നടത്തുന്നു എന്ന് മാത്രം. ഇതൊരു എക്സാമ്പിൾ ഞാൻ വായിച്ചതാണ്. ഇത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് മുമ്പേ എഴുതി. അന്ന് സംഘടന പിളർന്നിട്ടില്ല. അത് പിളർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഉമർ മൗലവി ലേഖനത്തിന് അടിക്കുറിപ്പിൽ ഉസ്മാൻ ഡോക്ടർ ഉസ്മാൻ സാഹിബിന് ഇതാ ആശയപരമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സൽസബിയിൽ പുറത്തു വന്നപ്പോ ഒരുത്തരെങ്കിലും മറുപടി എഴുതാനുണ്ടായോ? ഒരുത്തരെങ്കിലും മറുപടി എഴുതിയോ? ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ ചില ആളുകൾ ഒരു കിറ്റ് നിറയെ സീഡിയുമായി പോകുകയാണ്. എന്താ സീഡിയിലുള്ളത്? ജിന്ന് സിഹർ യാഥാർത്ഥ്യബന്ധ്. ജിന്ന് സിഹർ യാഥാർത്ഥ്യബന്ധ് ആരുടെ പുസ്തകമാണ്? ഞമ്മന്റെ ശൈഖിന്റെ പുസ്തകമാണ്. ഞമ്മന്റെ ശൈഖിന്റെ കാസറ്റാണ്. ഈ പുസ്തകത്തെ കുറിച്ചും കാസറ്റിനെ കുറിച്ചും ഒന്നും അധികം പറയിപ്പിക്കരുത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ നയമുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ 1-ാം തീയതി മുതൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞ എല്ലാവർക്കും അറിയാം, ഇവിടെ സിഹറിനെയും അതുപോലെ തന്നെ കുട്ടിച്ചാത്തൻ സേവയെയും ഒക്കെ കണക്കിന് കശക്കുകയും ആ വിശ്വാസത്തെ തകർത്തെറിയുകയും ചെയ്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഇവിടെ ആളുകളോട് നിങ്ങൾ സിഹർ ചെയ്തോളൂ, ചാത്തൻ സേവ ചെയ്തോളൂ എന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം സിഹറിനെ കുറിച്ച് പഠിപ്പിച്ചെങ്കിൽ, സിഹറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തെങ്കിൽ അത് പറയുന്നത് എന്തിനാ? നിങ്ങൾ സിഹർ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനാണ്. കുട്ടിച്ചാത്തൻ സേവയെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞത് എന്തിനാ? അത് ചെയ്യരുത് എന്ന് പറയാനാണ്, ചെയ്യണം എന്ന് പറയാനല്ല. ചില ആളുകൾ ഇവിടെ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചത് എന്താണ്? അതേ ഇപ്പൊ കുട്ടിച്ചാത്ത സേവ തുടങ്ങിയിരിക്കുന്നു മുജാഹിദുകൾ. അതുപോലെ തന്നെ സിഹറിന്റെ പണി തുടങ്ങിയിരിക്കണമെന്ന് കണ്ടോ? എന്തിനാണ് ഈ കള്ളത്തരം? മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുന്ന ആരെങ്കിലും അത് പറയോ? ആരോപണം പറയല്ലേ, ആരോപണം പറയല്ലേ. കുട്ടിച്ചാത്തൻ സേവ തുടങ്ങി. കുട്ടിച്ചാത്തൻ സേവ ഇല്ല എന്ന് പറയാം മുജാഹിദ് പ്രസ്ഥാനം. ഇവിടെ ധാരാളം മുസ്ലിങ്ങളുണ്ട്, ധാരാളം മുസ്ലിങ്ങൾ. കോട്ടയിൽ പോയിട്ട് കാലിന്റെ വേദനയും മാറി വന്നോൻ അല്ലേ, നടുവേദന മാറി വന്നോൻ, അവൻ പറയാണ് എന്നെ നടുവേദന മാറി, എന്നെ കാലുവേദന മാറി, ഞാനിപ്പോ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ എടോ അത് ശൈത്താനാണോ, നിന്റെ കാലുവേദന ഉണ്ടാക്കിയത് ശൈത്താനാണോ എന്ന് പറഞ്ഞാല് ഇത് ശരിയാവൂല. പിന്നെ നീ ക്രിസ്ത്യാനി ആയിക്കോ, നീ ക്രിസ്ത്യാനി ആയിക്കോ എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ട്? എന്നാ നിങ്ങൾക്കറിയോ, മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടി വന്നവനൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ ആളുകളുടെ കൂട്ടുകെട്ടിൽ പെട്ടേ പോയിട്ടുള്ളൂ. ചരിത്രം സാക്ഷിയാ. എത്രത്തോളം സിഹറിന്റെ വിഷയത്തിൽ പോലും. അത് മാത്രം ഞാൻ ഊന്നി പറയുന്നതിനറിയോ, ഇപ്പോൾ വിവാദം ആ വിഷയത്തിലാണല്ലോ. ഇൻഷാ അല്ലാഹ് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന 4 CD, ആ 4 CDയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള വാദഗതികളെ മുനയൊടിച്ചുകൊണ്ടുള്ള CD, ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി CD അതേ പ്രമാണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഉടൻ തന്നെ പുറത്തിറങ്ങും. അതുകൊണ്ട് ഞാൻ വിഷയത്തിന്റെ ആഴത്തിലേക്ക് കടക്കുന്നില്ല. അദൃശ്യമായത് അല്ലാത്തവർക്കുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയാണ് ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ശിർക്കിലേക്കാ പോകുന്നത്. ഇതന്നെ CP ഉമർ സുല്ലമീന്റെ അവതാരയിൽ പറഞ്ഞത്. ഇത് GPC എന്ന് പറഞ്ഞ പുസ്തകം. GPC എന്ന് പറഞ്ഞ ജിന്ന് പിശാച് സിഹർ, അങ്ങനെ GPC പുസ്തകം. ആ പുസ്തകത്തില് വളരെ വ്യക്തമായി പറയണത് ഈ രൂപത്തിലുള്ള കഴിവുകൾ അംഗീകരിക്കട്ടെ. ഏത് പിശാചുക്കൾ കഴിവുകൾ അംഗീകരിക്കുന്നത് വിശ്വസിച്ചാൽ അതെന്താണ്? ആ കുഫ്രിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയണം. സഹോദരങ്ങളെ, മലക്കുകൾ സഹായിക്കും എന്ന് വിശ്വസിച്ചാലോ? പിശാച് അവിടെ ഇരിക്കട്ടെ, മലക്കുകളോ? മലക്കുകൾ ഹഫളത്തിന്റെ മലായികത്തികളുണ്ട്. CP ഉമർ സുല്ലമി തന്നെ അദ്ദേഹത്തിന്റെ
പ്രാർത്ഥനകളുടെ ലോകം അല്ലല്ലോ, പ്രാർത്ഥന ലോകമല്ല, എന്താണ് പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ എന്ന പുസ്തകത്തില് ഒരുപാട് സ്ഥലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ വിശദീകരിക്കാറുണ്ട്. വായിച്ചു നോക്കിക്കോ. 24, 26, 27, 28, 32, 47, 48, 64, 65, 68, 69, 71, 72, 74 ഇത്രയും പേജുകളിൽ പിശാചിന്റെ ഉപദ്രവത്തെ സംബന്ധിച്ച് അതിനുള്ള കാവലിനെ കുറിച്ച് വിശദീകരിക്കണം. CP ഉമർ സ്വല്ലമിയുടെ ഈ പുസ്തകത്തില് ഉണ്ടോ? അപ്പോ പിശാച് ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ എന്താവും? മുശ്രിക്കാവും. പിന്നെ ആരിൽ നിന്നാണ് ഈ കാവൽ ചോദിക്കുന്നത്? അള്ളാഹിനോട്. ആരിൽ നിന്നാണ് ഈ കാവൽ ചോദിക്കുന്നത്? അള്ളാഹുവിനോട്. നിങ്ങൾ നോക്ക്, ഓരോന്ന് 1-2 ഉദാഹരണം ഞാൻ വായിച്ചരാ. ഇതിൽ പറയണത് നോക്ക്, പൈശാചിക ഭയമുണ്ടാകും. പൈശാചിക ഭയമുണ്ടാകും. അപ്പോഴെന്തെടുക്കണം? അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. കണ്ണീറുണ്ടാവും, അപ്പോഴും അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. പിന്നെന്താണ്? ഇതിൽ തന്നെ കാണാം, ദേഷ്യം വരുമ്പോ അങ്ങാടിയിലെത്തിയാല് പിന്നെയും വിശദീകരിക്കുന്നത് കാണാം. എന്ത്? തുമ്മലും കോട്ടുവായും. തീർച്ചയായും അള്ളാഹു തുമ്മുന്നത് ഇഷ്ടപ്പെടുകയും കോട്ടുവായ ഇടുന്നത് വെറുക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ ആരെങ്കിലും തുമ്മുകയും അവൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ ഇർഹമുക്കുല്ലാ എന്ന് പറയണം. എന്റെ ബ്രാക്കറ്റ് അള്ളാഹു കരുണ കാണിക്കട്ടെ എന്ന് പറയൽ അത് കേട്ട എല്ലാ മുസ്ലിമിന്റെയും കടമയാണ്. എന്നാൽ കോട്ടുവ തീർച്ചയായും പിശാചിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ കോട്ടുവായിടുമ്പോൾ കഴിയുന്നത്ര അത് തടയേണ്ടതാണ്. തീർച്ചയായും ആരെങ്കിലും കോട്ടുവായിട്ടാൽ പിശാച് ചിരിക്കുന്നതാണ്. ഹലോ, അപ്പൊ കോട്ടുവ പിശാചിൽ നിന്നാണെന്ന് ഞാൻ ഹദീസ് പഠിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ കോട്ടുവ പിശാചിൽ നിന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ ആരായി? മുശ്രിക്കായി. അപ്പൊ ഇത് എഴുതിയാൾ ഇത് എഴുതിയിട്ട് ഞാൻ വിശ്വസിക്കാണ് കോട്ടുവ പിശാചിൽ നിന്നുണ്ടാവും എന്ന് വിശ്വസിച്ചാൽ എന്താകും? ഞാൻ മുശ്രിക്കാവും. ഇപ്പൊ എഴുതിയാൾ ആരാവും? ഇനി 1, 2. അപ്പോ മറുപടി വ്യാഖ്യാനം. എന്താ വ്യാഖ്യാനം? എന്താണ് വ്യാഖ്യാനം? മറ്റൊന്നുമല്ല, അവിടെ പിശാച് എന്ന് പറഞ്ഞാൽ അലസത എന്നാണ് അർത്ഥം. പിശാച് എന്ന് പറഞ്ഞാൽ അലസത ഉണ്ടാകും. അപ്പൊ ശൈത്താൻ എന്നത് എന്തെടുക്കും? തിന്മയിലേക്ക് ചേർത്തി പറയും. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ അലസത എന്ന് പറയുന്ന സാധനം ചിരിക്കുമോ? ഇനി അതല്ല, ശൈത്താൻ എന്ന് പറഞ്ഞാൽ കൊതുകിന് ശൈത്താൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ കൊതുക് ചിരിക്കും എന്നാണ് അർത്ഥം. ഒരാൾ കോട്ടുമായിട്ട കൊതുക് ഇങ്ങനെ വർദ്ധിച്ചിരിക്കും എങ്കിൽ ആ ചിരി എങ്ങനെയാണ്? ഒന്ന് ചിത്രീകരിക്കാമോ? അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഇറക്കി തരാമോ? ആ ചിരി ഒന്ന് പ്രദർശിപ്പിക്കാമോ? ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ചോദിക്കാലോ. പിശാച് കോട്ടുവായിടുമ്പോ ചിരിക്കും എന്ന് പറഞ്ഞാല് അത് ഏത് ശൈത്താനാ? കൊതുകാണോ? അലസതയാണോ? ഇനി അതല്ല, അവിടെയും പ്രശ്നം തീരുന്നില്ല. നിങ്ങൾ പറയുന്നല്ലോ കോട്ടുവായിടുന്നത് പിശാചിൽ നിന്നാണ്. അപ്പൊ ഏത് പിശാച്? ഏത് പിശാചിലേക്ക് അത് ബന്ധപ്പെടുത്തണം? അലസത എന്ന പിശാചിലേക്കോ കൊതുകെന്ന പിശാചിലേക്കോ? ഇനിയും അടുത്ത ചോദ്യം അവസാനിക്കുന്നില്ല. എന്ത്? ഒരാൾ കോട്ടുവായിട്ടാണ് എന്താ പറയേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവിടുത്തെ ശൈത്താൻ ഏതാ? അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ എന്ന് പറയുന്നത് ശൈത്താൻ ഏതാ? അലസത, കൊതുക് എന്നാണോ? അങ്ങനെയാണെങ്കിൽ അർറജീം എന്ന് അവസാനം പറഞ്ഞിട്ടുണ്ട്, സിഫത്തും പറഞ്ഞു, വിശേഷണവും പറഞ്ഞല്ലോ. അർറജീം ആട്ടപ്പെട്ട പിശാച്. ആ പിശാച് ഏതാ? കോട്ടുവായാണോ കൊതുകാണോ? ഇതിനൊക്കെ മറുപടി പറയണം. ഇവിടെ മൂസലായി ആണെങ്കിലും ലത്തീഫ് മുസ്ലിയാണെങ്കിലും ചോദ്യത്തിന് മറുപടി പറയണം. കോട്ടുവ ഏത് പിശാചിൽ നിന്ന്? അലസത എന്നാണോ? ഈ പുസ്തകത്തിൽ എഴുതി വെച്ചെന്നറിയോ? കോട്ടുവ പിശാചിൽ നിന്നാണ് എന്ന് വിശ്വസിച്ചാൽ ഓ മുശ്രിക്കാണെന്ന് എഴുതി വെച്ചു. GPC എത്ര വകുപ്പാന്ന് നിങ്ങൾ മറിച്ചു നോക്കണം. GPC ഒരു IPC വകുപ്പുണ്ടല്ലോ, അതുപോലെ GPC വകുപ്പ് എത്ര എന്ന് നിങ്ങൾ മറിച്ചു നോക്കി. കോട്ടുവ പിശാചിനാണ് വിശ്വസിച്ച ശിർക്കാണ്. CP ഉമർ സ്വല്ലമി ചെയ്ത കോട്ടുവ പിശാചിനാണ്. ആ ശൈത്താൻ എന്ന പ്രയോഗം ഏതർത്ഥത്തിലാണ്? അലസത എന്ന അർത്ഥത്തിലാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ അലസത എന്ന ശൈത്താൻ അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു ആണ് എന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അർറജീം എന്ന് പറഞ്ഞാൽ ആട്ടപ്പെട്ടത് എന്ന അർത്ഥം. അപ്പൊ ആട്ടപ്പെട്ട പിശാച് അലസതയാണോ? ഇനി അതല്ല കൊതുകാണോ? ഇനി അതല്ല കൃമിയാണോ? ഇനി അതല്ല ബാക്ടീരിയാണോ? ഇനി അതല്ല വൈറസ് ആണോ? ഏതാണ്? തീർന്നോ? ഇല്ല, ഇനിയും പറയേണ്ടില്ലാത്ത, ഇനിയും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്ത്? ഉറക്കത്തിലെ ഭയപ്പാടും ദുസ്വപ്നവും. ഉറക്കത്തിലെ ഭയപ്പാടുണ്ടായി. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഗളബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീൻ വഅൻ യഹ്ദുറൂൻ.
അള്ളാഹുവിന്റെ പൂർണ്ണ വചനങ്ങൾ കൊണ്ട് അവന്റെ കോപത്തിൽ നിന്നും അവന്റെ അടിമകളുടെ ദോഷത്തിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. പിശാചുക്കളുടെ ബാധയിൽ നിന്നും അവരുടെ സാന്നിധ്യത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. കണ്ടോ, ദുസ്വപ്നമുണ്ടായാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം പാറ്റി തുപ്പണം. CP മുർസലും എഴുതണേ, പാറ്റി തുപ്പി പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. കിടന്ന ഭാഗത്ത് നിന്ന് ഒന്ന് തിരിഞ്ഞു കിടക്കുകയും വേണം. എന്നാൽ അത് ഉപദ്രവം ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ദുസ്വപ്നം കാണിക്കുന്ന പിശാച് ഏതാ? പൊടിയാണോ? ഉബാർ പൊടിയാണോ? അല്ല. ഇനി അതല്ല കൃമിയാണോ, വൈറസാണോ, ബാക്ടീരിയയാണോ, വേറെന്തെങ്കിലുമാണോ? അങ്ങനെയാണ് എങ്കിൽ 3 പ്രാവശ്യം സൈഡിലേക്ക് തുപ്പിയ വൈറസ് പോകുമോ? 3 പ്രാവശ്യം വലതു ഭാഗത്തേക്ക് തുപ്പിയ രോഗാണുക്കൾ പോകുമോ? ഉണ്ടാവൂലേ? കണ്ടില്ലേ രോഗാണുക്കൾ തുപ്പിയാൽ? രോഗാണുക്കൾ പകരുന്ന ഒന്ന് തുപ്പലിലൂടെ. അപ്പൊ രോഗാണുക്കളായിട്ടാണ് തുപ്പണം. അത് ഇടതു ഭാഗത്തേക്ക് പാറ്റി തുപ്പണം എന്നാണ് CP ഇനി അതല്ല, ഇങ്ങനെ ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഈ ദുആ ചെയ്ത് കഴിഞ്ഞാൽ കൃമികൾ നശിച്ചു പോകുമോ? വൈറസുകൾ നശിച്ചു പോകുമോ? അപ്പൊ എന്താ ഈ പറയേണ്ട അർത്ഥം? നിങ്ങൾ പറയണ്ട ഈ GPC എഴുതിവിട്ട് എന്താ സംഭവം? ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മുശ്രിക്കാകും, അല്ലെങ്കിൽ ആ രൂപത്തിലുണ്ടാകുന്ന മുശ്രിക്കാന്ന് പറഞ്ഞാൽ ഇത് എഴുതിയവൻ ആരാകും? എഴുതിയ ആൾ ആരാകും? നിങ്ങൾ ചിന്തിക്കണം. അപ്പോ ഒരു വസ്വാസ് ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കാന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ.